పైన బిగ్ ఫుట్ ఉందంట. వాడు మెల్లగా ఉంటాడు, ఆపద కలిగిస్తాడు. దయచేసి మా మాట వినండి, ఇది చిట్టి పెట్టుకోండి. వెళ్తావు అంటే మీ ఇష్టం. చూడండి, నాకు తెలిసి పైన అలాంటిదేమీ ఉండదు. ఒకవేళ ఉన్నా కానీ మనం మేనేజ్ చేసుకున్నాంలే. ఈ గ్రామస్తులు అనవసరంగా భయపడుతున్నారు. అవును, నాకు పైకి వెళ్ళడమే కరెక్ట్ అనిపిస్తుంది. అవును, నేను కూడా పైకి వెళ్ళడమే సరి అనిపిస్తుంది. కానీ మీకు పైకి వెళ్దాం ముందు. అవును, అది కూడా నిజమేంటి? పరిగెత్తడం అంటే భయపడిన వేగం ముందు పరిగెత్తాం. అక్కడ ఎవరు లేరు. అదంతా నీ భ్రమ పెద్దోడా. ఒకవేళ బిగ్ ఫుట్ இருந்தாலும் அவன் செடிகளோட பின்னாடி மறைஞ்சிருக்க மாட்டாமா? చాలా చల్లగా ఉన్నాయి. కాసేపు విశ్రాంతి తీసుకుందామా? నువ్వేం చేస్తున్నావు? పైన ఎవరో ఉన్నట్టుగా నేను విన్నాను. మనం అక్కడికి వెళ్ళి స్టేషన్ తీసుకుందాం. బయటకు వచ్చేయ్. నేను అక్కడికి రాను. ఒకవేళ పైన బిగ్ ఫుట్ రెస్ట్ తీసుకోవడానికి వచ్చుంటే Don't worry, Bigfoot, Kidfoot எதுவுமே கிடையாது. அவ்வளவு பெரிய கால் இருக்கும். చెప్పు. ఈ గడ్డి దీన్ని మనకు వచ్చేసి వెళ్ళి మన గార్డెన్లో పెట్టుకున్నామంటే సో సాఫ్ట్. ഡോക്ടർ ബാലു കൈകൊണ്ട് നീന്തി നീന്തി അപ്പുറത്തെത്താൻ നോക്ക്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഫ്രീക്കൻ പിള്ളേര് പറയാറുണ്ട്, ഹേ ഗായ്സ്, നിങ്ങളുടെ കയർ പൊട്ടിപ്പോയി ഭായ്. പിള്ളാരെ, നിങ്ങൾ ഇത് എങ്ങോട്ടാണ് അതിക്രമിച്ച് കയറുന്നത്? ഇത് എന്റെ വീടാണ്, അല്ലാതെ സത്രമൊന്നുമല്ല. ഞങ്ങൾ ബിഗ് ബായുടെ ഗെയിമിന് വേണ്ടി സെലക്ട് ആയവരാണ്. ഇത് ബിഗ് ഫൈയുടെ വീടാണ്, അല്ലാതെ കാഴ്ച ബംഗ്ലാവൊന്നുമല്ല. ഇത്രയും പേരെന്തിനാണ് ഈ വീടിനകത്തേക്ക് കയറിയത്? അതിനിപ്പോ ഞങ്ങൾ 10 പേരല്ലേ സെലക്ട് ആയിട്ടുള്ളൂ. കാർ കേടായത് കൊണ്ട് വരാൻ കുറച്ച് വൈകിപ്പോയി. അപ്പൊ ഈ ഗെയിം ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് കൂട്ടുകാരെ? എടോ, ഞങ്ങൾ മഴന്ന് രക്ഷപ്പെടാനായിട്ടാണ് ഇങ്ങോട്ട് കേറി വന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഗെയിം കളിക്കാൻ നിന്നത്? ഞങ്ങൾ കളിക്കുന്നില്ലെന്ന് എത്ര തവണ പറഞ്ഞതാണ്, പക്ഷെ നിങ്ങൾ അതൊന്നും കേട്ടില്ലല്ലോ. ഇവിടെ വരൂ. തനിക്ക് ശബ്ദം മാത്രമേ ഉള്ളൂ, കണ്ണിന് തീരെ കാഴ്ചയില്ല. എടോ, താൻ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ തന്റെ മുഖത്തടിച്ച് ഞങ്ങൾ ഈ ഗെയിം അവസാനിപ്പിക്കും. నిజం చెప్పాలంటే ఈ రోజు బాగా ఎంజాయ్ చేద్దాం. అని ఇప్పుడు എവിടെ ബിഗ് ഭായ്? ഇവിടെ വരൂ. ഞാൻ ഡോക്ടറാണ്. നിങ്ങളുടെ തലയിലെ ചിതലുകളെല്ലാം ക്ലീൻ ചെയ്ത് നിങ്ങളുടെ തലച്ചോറിന്റെ വാതിൽ ഞാൻ തുറന്നു തരാം. ആദ്യം ഒരു കാര്യം ചെയ്യൂ. ഈ ആക്ടിവിറ്റി ഏരിയയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് വരൂ. നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു ടാസ്ക് കൂടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ബിഗ് ഭായ് പുതിയൊരു ടാസ്ക് തരികയാണ്. നിങ്ങൾക്ക് ഈ വെള്ളത്തിലിട്ടിരിക്കുന്ന സാധനങ്ങളുടെ മുകളിലൂടെ ചാടി ചാടി കെട്ടിയിരിക്കുന്ന കയറിലൂടെ വലിഞ്ഞു കയറി ഈ മരപ്പലകയുടെ മുകളിലൂടെ നടന്ന് നടന്ന് അടുത്ത പ്ലാറ്റ്ഫോം വരെ എത്തിച്ചേരേണ്ടി വരും. ആരാണോ വീഴുന്നത് അയാൾ പിന്നെയും തുടങ്ങേണ്ടി വരും. ഇതൊരു ടീം വർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ടാസ്ക് പൂർത്തിയാക്കുന്നത് വരെ നിങ്ങൾ ഇത് തുടർന്നുകൊണ്ട് ഇരിക്കേണ്ടി വരും. ഇവിടെ വരൂ. നിന്റെ തലച്ചോറുന്ന മിക്സിയിൽ ഞാൻ വെളിവിന്റെ മാങ്ങയിട്ട് തരാം. എന്റെ ഈ സൈസ് നീ കണ്ടില്ലേ? ഞാൻ ഈ ചെറിയ സാധനങ്ങൾ ചവിട്ടി എങ്ങനെയാണ് അപ്പുറത്തെത്തുന്നത്?
അത് നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും. ഇവിടെ വാക്കുകൾക്കല്ല, കഴിവിനാണ് പ്രാധാന്യം. നിങ്ങൾ ഈ ടാസ്ക് പൂർത്തിയാക്കുന്നത് വരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ജീവിതം എന്ന ഏറ്റവും വലിയ ട്രെയിൻ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ അവസാനിക്കുമെന്ന് തോന്നുന്നു. ആ പ്ലാറ്റ്ഫോം വരെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംശയമുണ്ടോ? അതൊക്കെ നിങ്ങളുടെ സാമർത്ഥ്യം പോലെ ഇരിക്കും. നിങ്ങളുടെ സമയം ഇതാ ഇവിടെ തുടങ്ങുന്നു. തുടങ്ങിക്കോ. അയ്യോ, ഇതെന്താ ഈ കാണിക്കുന്നേ? നിങ്ങൾ എന്താണ് കരുതിയത് ബ്രോ? ഇത് അത്ര എളുപ്പമായിരിക്കുമെന്നോ? ഇത് ബിഗ് ബായുടെ ഗെയിമാണ് ബ്രോ, അല്ലാതെ വെറും ഒരു കുട്ടിക്കളിയല്ല. അപ്പൊ പിന്നെ ഇത് ഞങ്ങളെ പോലുള്ള കുട്ടികളെ കൊണ്ട് എന്തിനാ കളിപ്പിക്കുന്നേ? నువ్వు కనుక ఇక్కడ లేకపోతే ఈ పని చేయడానికి మాకు తప్పకుండా నెల పట్టేది. అది మట్టాల, ఈ పని చేయడానికి రేపు కాలం సెలవు. కానీ నిజంగా నువ్వు చాలా మంచోడివి. వీళ్ళకు కూడా నేను ధన్యవాదాలు చెప్పాలి. ఇక్కడికి తీసుకొచ్చారు. ఇప్పుడే మా భయాన్ని కూడా పోగొట్టారు. സ്ട്രോബെറി കിലോ 10 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. നോക്ക്, തോത്താറാമിന്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. കൊള്ളാം, എന്റെ കവിത താങ്കൾ പൂർത്തിയാക്കി. അടികൈ. ആദ്യം വണ്ടി നിർത്ത്. ഇപ്പോ വണ്ടി മാത്രമേ കിട്ടിയുള്ളൂ. കുട്ടികൾ എവിടെയാണ്? കനോ സാർ, നിങ്ങൾക്ക് ആ ബംഗ്ലാവ് കാണാൻ പറ്റുന്നുണ്ടോ? അതോ എന്റെ തലച്ചോറുന്ന പുസ്തകത്താളുകൾക്കിടയിൽ ഈ വീഴ്ചയിൽ നിന്നുണ്ടായ കീറലുകൾ കാരണം എനിക്ക് അങ്ങനെ തോന്നുന്നതാണോ? എനിക്കോ ബംഗ്ലാവ് കാണാൻ പറ്റുന്നുണ്ട്. രാത്രിയാവാൻ പോവുകയാണ്. കുട്ടികൾ മിക്കവാറും ഈ ബംഗ്ലാവിൽ തന്നെ കാണണം. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. വേഗം പോകാം. എടാ, ഒരു ചപ്പാത്തികൾ ഇങ്ങോട്ട് താടാ. ആരെങ്കിലും നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ അവരും ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. പിള്ളാരെ, ശിക്ഷ തിരഞ്ഞെടുക്കുന്നത് ഞാനാണ്, തരുന്നതും ഞാനാണ്. എന്നാൽ അനുഭവിക്കുന്നത് നിങ്ങളാണ്. ഞാൻ എന്റെ കൂട്ടുകാർക്ക് ചപ്പാത്തി കൊടുക്കും. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തടേ. എടാ, നീ എന്താ ഈ കാണിക്കുന്നത്? നമുക്ക് പുറത്തിറങ്ങണമെങ്കിൽ ആ ബിഗ് ബായെ ആദ്യം പുറത്തിറക്കണ്ടേ? മണി, ആ വാതിൽ തുറന്നു. ഓടിക്കോ. ഹായ്, കുട്ടികളെ കിട്ടി. ఇలా చెప్పండి.
Thank you so much. Big Food. ఇప్పుడు అర్థమైందా? మన వల్ల ఎవరికి ఎలాంటి ప్రమాదం ఉండదు. మీరు కేవలం ఎవరిని చూసి భయపడ్డారు. ఇవి ఎవరిని ఎలాంటి ఇబ్బంది పెట్టలేదు. పెద్ద సైజులో ఉన్నాడు కాబట్టి ప్రమాదకారిని మీరు తప్పుగా అనుకుంటున్నారు. తను ఇవ్వడం మన సంతోషంగా என்ன அடிപൊളി ബംഗ്ലാവാ ഇത്? അല്ല ഇത് ആരുടെ ബംഗ്ലാവാണ്? കുട്ടികളെ ബിഗ് ഭായിയുടെ ബംഗ്ലാവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കൊള്ളാലോ കൂട്ടുകാരെ, നമ്മളെ സ്വാഗതം ചെയ്യുവാണ്. അതെ ബിലാരെ, നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് ഞങ്ങളുടെ ഗെയിം ഷോയിലേക്കാണ്. ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ ആളാരാണെന്ന് കാണാൻ പറ്റുന്നില്ല. ഇത് ബിഗ് ഭായിയുടെ വീടാണ്. ഇവിടെ മനുഷ്യർ വരുന്നത് അവരുടെ ഇഷ്ടത്തിനാണ്, പക്ഷെ തിരിച്ചു പോകുന്നത് ബിഗ് ഭായിയുടെ ഇഷ്ടത്തിനാണ്. ഇനി നമുക്ക് കളി തുടങ്ങാം. ഞങ്ങൾക്കൊരു കളിയും കളിക്കണ്ട. ഇതിവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കേണ്ടതായിരുന്നു. ഇനി നിങ്ങൾ കളിച്ചേ പറ്റൂ. എന്റെ ബ്രോ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടാസ്ക് തരും. നിങ്ങളിൽ ആരാണോ ഞാൻ തരുന്ന ടാസ്ക് പൂർത്തിയാക്കി വിജയിയാകുന്നത് അവർക്ക് 1 കോടി രൂപ കിട്ടും. പിന്നെ തോറ്റവരെയെല്ലാം ഞങ്ങൾ തമ്പിംപ്രക്ഷം കാണിച്ച് തുമ്പിയെ പോലെ തട്ടിക്കളയും. ഇനി നിങ്ങൾക്ക് ഈ സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്ന സൂചികളൊക്കെ പറക്കിയെടുക്കേണ്ടി വരും. മുകളിൽ പാത്രങ്ങൾ ഇരിപ്പുണ്ട്, അതിലേക്കാണ് സൂചികൾ ഇടേണ്ടത്. അവരവരുടെ പാത്രങ്ങളിൽ ഒരു തവണ 1 സൂചി മാത്രമേ ഓരോരുത്തരും എടുത്തിടാൻ പാടുള്ളൂ. ഏത് മത്സരാർത്ഥിയുടെ പാത്രത്തിലാണോ ഏറ്റവും കൂടുതൽ സൂചിയുള്ളത് അവർക്ക് കിച്ചണിലേക്കുള്ള വാതിൽ തുറക്കപ്പെടും. ഇല്ല, ഞങ്ങളിത് ചെയ്യില്ല. സംശയമുണ്ടോ? കൂട്ടുകാരെ, നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ചാകും. സംശയമുണ്ടോ? ഇത് നമ്മൾ ചെയ്തേ മതിയാകൂ പോപ്പാൻ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ചേട്ടാ, എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാമെന്ന്. പക്ഷെ ഇവിടെ പല്ലുമുറിയെ തിന്നാനായിട്ട് ഒരുപാട് തവണ എല്ലുമുറിയെ പണിയെടുക്കേണ്ടി വരും. സംശയമുണ്ടോ? പിന്നെ തത്തയോടൊരു കാര്യം, ഒരു കാര്യത്തിലും സംശയിച്ചു നിൽക്കരുത്. ഇവിടെ എല്ലാ കാര്യത്തിനും ഒരുപാട് അധ്വാനിക്കേണ്ടി വരുന്നതാണ്. ഇത് ബിഗ് ഭായിയുടെ വീടാണ്. എടുത്തു വെച്ച സൂചി മുഴുവനും നീ വെള്ളത്തിലാക്കിയോ? എന്റെ ഭായി, സമയം ഒട്ടും ശരിയല്ല. ഇപ്പൊ കണ്ടില്ലേ, എല്ലാ സൂചിയും വെള്ളത്തിലായി പോയില്ലേ. അയ്യോ, എങ്ങോട്ടാ പോകുന്നത്? ചാലഞ്ച് ഒന്ന് പൂർത്തിയാക്ക്. ഏതെങ്കിലും ഒരു കഴുത ആ ഗേറ്റ് വരെ എത്തോ? കഴുത ഞാനാണ്. ഞാൻ ഗേറ്റിലേക്ക് പോവില്ല. പറഞ്ഞാ മനസ്സിലാവില്ലേ? പറഞ്ഞതല്ലേ സൈഡിലേക്ക് മാറാൻ. വല്ലതും പറ്റും എന്റെ പൊന്നു പെങ്ങളെ. പറഞ്ഞില്ലേ പെങ്ങളെന്ന് വിളിക്കരുത്. വിളിക്കരുത്. എന്റെ ഭായി, അവന്മാരൊരു പാഠം പഠിപ്പിച്ചു കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ അങ്ങനെ വിഷമിച്ചിരിക്കുന്നതാ? ചേട്ടാ, ഇവൻ അവന്മാരെ ഒന്നുകൂടി തല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. എന്ത് പറ്റി വെല്ലുവിളിയാ? ആ പൂച്ചകൾ നമ്മുടെ ഫാമിലി പെട്ടതാണ്. പക്ഷെ അവർക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് അറിഞ്ഞപ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല കൊച്ചളിയാ. വെല്ലുവിളിയാ, ഇങ്ങനെയുള്ള തെരുവ് പൂച്ചകൾ നമ്മുടെ ഫാമിലി പെട്ടതല്ല. അതെ, നോക്ടേൺ എന്നുള്ള പേരും വെച്ചുകൊണ്ട് മോഷണം നടത്തുന്നവരും അതുപോലെ സ്വന്തം സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരും ഒരിക്കലും നമ്മളെ കുടുംബക്കാരായിരിക്കില്ല. ഇവരാണ് ബാക്കിയുള്ള ആനിമൽസിന്റെ പേര് കളയുന്നത്. സംശയമുണ്ടോ? നമ്മുടെ ഫാമിലി ഈ കൂട്ടുകാരാണ്. എല്ലാ സുഖദുഃഖങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടാവും. മാത്രമല്ല ഇവരാരും നോക്ടേണലും അല്ല. എനിക്ക് മനസ്സിലായി. അഥവാ രാത്രിയിൽ കറങ്ങാൻ താല്പര്യമുണ്ടെങ്കിലേ നമ്മളിപ്പോ ചെയ്തതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും നൈറ്റ് ലോങ് ഡ്രൈവിന് പോകാം. പിന്നെ ഫലൂടയും ഐസ്ക്രീം കഴിച്ച് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരെയും ചെയ്യാം. ഇവൻ നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ അത്ര വലിയ മണ്ടനൊന്നും അല്ല. കാര്യങ്ങളൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. സംശയമുണ്ടോ? അതെ, ഞാൻ കഴുതയാണ്. ഒരു ഇന്റലിജന്റ് ആയ കഴുതയാണ്.
കൂട്ടുകാരെ, ഒരു വർക്ക്ഷോപ്പും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച നമ്മുടെ ഈ വണ്ടി കേടായത്. എന്റെ ഭായ്, ചില സമയങ്ങളിൽ അഡ്വഞ്ചർ ട്രിപ്പിൽ കുറച്ച് അഡ്വഞ്ചർ ആവാറുണ്ട്. നിനക്കും പുറത്തിറങ്ങി ഒന്ന് ഈ വണ്ടി ഒന്ന് തള്ളിക്കൂടെ? ഞാൻ ഇവിടെ സ്റ്റിയറിംഗ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. എന്നാ പിന്നെ കിക്കിട്ട് ഇങ്ങോട്ട് അയക്ക്. സംശയമുണ്ടോ? നിങ്ങൾ എന്ത് മണ്ടത്തരൊക്കെ പറയുന്നത്? എന്നെ കൊണ്ടൊരു നട്ടും ബോൾട്ടും പോലും തള്ളിക്കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാ വണ്ടി തള്ളുന്നത്? ഇനി ഇതിന്റെ കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. സംശയമുണ്ടോ? വേഗം കയറി വണ്ടിയിലിരിക്കേ. അതെന്താ വണ്ടി സ്റ്റാർട്ടായോ? അല്ല, മഴ സ്റ്റാർട്ടായി കഴുതേ വല്ലാതെ നനയും നമ്മൾ. ഇപ്പൊ നമ്മൾ ശരിക്കും കാട്ടിൽ കുടുങ്ങിയത് പോലെ തോന്നുന്നുണ്ട് എനിക്ക്. സംശയമുണ്ടോ? ഒരു സംശയമില്ല പോപ്പട്ടെ. ഇനി നീ സംശയം പറഞ്ഞിട്ട് വന്നേക്കരുത്. ഹലോ ഹലോ, പോടാ പോടാ പോടാ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് പെങ്ങളെ? പെങ്ങളോ? ഞാൻ നിനക്ക് ഏത് ആംഗിളിലൂടെയാ പെങ്ങളാവുന്നത്? എടാ മഞ്ഞ പെയിന്റ് അടിച്ച മത്തക്കണ്ണം പൂച്ചേ, വേഗം വിട്ടോ, സ്കൂട്ടായിക്കോ, പൊയ്ക്കോ. നീ പോയാ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞയക്കും. എന്ത് പറയുന്നു? നിങ്ങളാരാ? അറിയാവുന്നവരെല്ലാം എന്നെ രമേശ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ പിന്നെ പേരറിയാത്തവർ എന്താ വിളിക്കുന്നത്? എടാ മരമോന്തയും വച്ചിറങ്ങിയ മരമാക്രി തവളെ, കുളിക്കാത്ത നീ ഞങ്ങളോട് സംസാരിക്കുന്നോ? തട്ടുകൊണ്ട് വെറുതെ തട്ടി വീഴണ്ട. ഇവിടെ നിൽക്കണ്ട, വേഗം പൊയ്ക്കോ, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ പൊക്കും. നിങ്ങളുടെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും കേൾക്കാനായിട്ട് നല്ല രസമുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാൻ ഒരു ടെസ്റ്റ് ഉണ്ട്, മനസ്സിലായോ? ഓക്കെ, എന്താ ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത്? ശത്രുവിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിടിക്കാലോ. ഓ സ്മാർട്ട്. അടിക്ക് ഇടിക്ക് ചളുക്ക് തിരിക്ക്, ആ അണ്ണാനെ പോയി പിടിക്ക്. ആ അണ്ണാൻ, അവന് നല്ലൊരു പണി കൊടുത്തിട്ടാണല്ലോ പോയത്. ഈ അണ്ണാനൊക്കെ ഇത്ര ശക്തിയിൽ അടിക്കാൻ കഴിയോ?